ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞാൽ പൂക്കാലമാണ്, സ്പ്രിങ് ടൈം കേട്ടോ. നമ്മളിന്ന് തുലി ഫെസ്റ്റിവൽ കാണാൻ വന്നേക്കാം. സൂപ്പർ, അടിപൊളി, നല്ല രസം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും സമയം വേണ്ട, നേരിട്ട് വീഡിയോയ്ക്ക് പോകും. അങ്ങനെ നമ്മൾ തുലി ഫെസ്റ്റിവൽ നടക്കണ അവിടേക്ക് എത്തിയിട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന പാർക്കിംഗ് ഏരിയാസ് കേട്ടോ. അതിൻ്റെ സൈഡിൽ നിങ്ങൾ ചെടികളുടെയൊക്കെ കളറുകൾ നോക്കി. ഈ സ്പ്രിങ് ആയാലും ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ എവിടെ പോയാലും മരങ്ങളൊക്കെ എന്ത് രസം എന്നറിയാമോ. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിനി നേരെ എൻട്രൻസിൻ്റെ അവിടേക്ക് പോകാം. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം, എന്നാൽ മാത്രമേ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾക്ക് $36 അഡൽറ്റിന് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിനോട് എത്തി. രാവിലെ ആരും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഈസിയായിട്ട് ടിക്കറ്റ് കിട്ടി. 3 അഡൽറ്റും ഒരു കിഡ്സിന് ഫ്രീ ആണ് ടിക്കറ്റ്. അങ്ങനെ അച്ഛൻ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യണം, 3 അഡൽറ്റിൻ്റെ ടിക്കറ്റും. പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് അവിടെ നിന്ന് ഒരു എന്താ പറയുക, ഒരു ലക്കി ഡ്രോ ഒരു കൂപ്പണൊക്കെ തന്നിട്ടായിരുന്നു. പിന്നെ അവരുടെ സ്റ്റാഫ് വരെ നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ഒരു റൂട്ട് മാപ്പിൻ്റെ പേപ്പറൊക്കെ തരും. അങ്ങനെ നമ്മൾ നേരെ ഫെസ്റ്റിവൽ സെക്ഷൻ്റെ അടുത്തെത്തിയിട്ടോ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആൻഡ് ഫ്ലവർ ഷോപ്പ് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ തുലിപ്പിൻ്റെ വിത്തുകളുണ്ടല്ലോ, അതും പിന്നെ നമുക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറേ സ്റ്റാച്യൂസൊക്കെ പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേര് കറക്റ്റാണ് എനിക്കറിയില്ല. അതൊക്കെ വാങ്ങിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു വിശാലമായ ഷോപ്പ്. വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല കേട്ടോ. പിന്നെ അതൊക്കെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കയറി നടന്ന് കണ്ടു. ഒത്തിരി വെറൈറ്റി ഓഫ് തുലിപ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഓരോ വിത്തുകളൊക്കെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് എടുത്തിട്ട് കൗണ്ടറിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് വരാം. പിന്നെ അതുപോലെ തന്നെ അത് വെക്കാനുള്ള പോട്ടുകളും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന തുലിപ്പുണ്ടല്ലോ, ഇത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് ഇവിടെ തന്നെ അവർ അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഒരെണ്ണത്തിന് 12 രൂപ, 2 എണ്ണം എടുക്കുകയാണെങ്കിൽ $20 എന്നൊക്കെ കാണിച്ചാണ്. ഇത് പല കളറുകളും പല വെറൈറ്റിയിലുള്ളതുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആ ഫ്ലവർ ഷോപ്പിലും അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി അടിച്ച് നടന്ന് അപ്പൂസിൻ്റെ ഒരു പമ്പരമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ഇനി തുലിപ്പ് മെയിനായിട്ടൊരു ഫെസ്റ്റിവലും ആ ഫ്ലവേഴ്സും കാണാൻ വേണ്ടി പോകട്ടോ. പോകുന്ന വഴിക്ക് അവിടെ ഒരു ട്രാക്ടർ റൈഡ് ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റേഷൻ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ ട്രാക്ടർ റൈഡ് നടത്താൻ പറ്റും. അത് നമ്മൾ ലാസ്റ്റായിട്ടാണ് പോയത്. ഇതാട്ടോ ട്രാക്ടർ റൈഡ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരാൾക്ക് $5 $5 എടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ചുറ്റിക്കറങ്ങി നടന്ന് കാണാൻ പറ്റും. $5. പക്ഷേ ട്രാക്ടറിൽ പോണേക്കാളും കുറച്ചുകൂടി ബെറ്റർ നേരിട്ട് നടന്നു പോയി പൂക്കളുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഫ്ലവേഴ്സിൻ്റെ അടുത്തെത്തി. എന്താ ഒരു ഭംഗി നോക്കി. എത്ര കണ്ടാലും അല്ലേ നമുക്ക് യാതൊരു തരത്തിലും ബോറടിക്കില്ല. കണ്ണുകൾക്കൊന്നും ഒട്ടും പഠിപ്പ് തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. കാണുന്നില്ലേ, ഇത് ഒറിജിനലാണോ നമുക്ക് തൊട്ട് നോക്കേണ്ടി വരും കേട്ടോ. അത്രയ്ക്ക് ഫിനിഷിങ് ഓരോ ഫ്ലവേഴ്സും. അച്ഛനാണെങ്കിൽ തച്ചിന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്താ ഒരു ഭംഗി തന്നെയാമോ. ഇത് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കേണ്ടതായ ഒരു സംഭവമാണ്. ഒരു വലിയൊരു പറമ്പിൽ അതാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യണത്. അത് ഓരോ സീസണായിട്ടാണ് വെച്ചാണിത്. ഇതിപ്പോൾ ഇവരുടെ 70ാമത്തെ ഫെസ്റ്റിവലാന്ന് പറയണത്. അതുപോലെ തന്നെ ഓരോൻ്റെ സൈഡിലും വേലി പോലെ ഒരു കമ്പി കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറെടുത്തിട്ടോ. പിന്നെ പൂക്കളമൊന്നും പിടിക്കാൻ പാടില്ലെന്ന് പറയണത്. പക്ഷേ നമ്മൾ തൊടാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് പോകും. ഈ കാണുന്നുണ്ടല്ലോ ആ യെല്ലോ കളർ നോക്കിയേ, കുറേ സെക്ഷനൊക്കെ പൂക്കൾ തീർന്നു കേട്ടോ. അതാണ് നേരത്തെ പറഞ്ഞത്, വെയിൽ വരുന്നതനുസരിച്ച് ചൂട് കൂടുന്നതനുസരിച്ച് ഈ പൂക്കൾ ഒക്കെ നശിച്ചു പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ആഴ്ച ലാസ്റ്റ് വീക്കാണ്. ഈ ആഴ്ചയോടുകൂടി ഈ തുലി ഫെസ്റ്റിവലിൽ സെക്ഷൻ തന്നെ അവർ ക്ലോസ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയുടെ തുടക്കം പറഞ്ഞ ട്രാക്ടർ റൈഡ്, അതിങ്ങനെ ഈ പൂക്കളുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിൽ കൂടെ ആ ട്രാക്ടർ ഇങ്ങനെ പോയി ചുറ്റി കറങ്ങി ഏരിയ ഫുള്ള് കവർ ചെയ്യണം. നല്ല രസമാണ്. അതിനകത്തൊരു യാത്ര ഒരു 15-20 മിനിറ്റ് ഉള്ളൂ. എന്നാലും $5 ഉള്ളൂ. നല്ല രസമായിട്ട് കണ്ടിരിക്കാനായിട്ട്.
പിന്നെ ഈ തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് ടൈമിലാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നത്. ആ സമയത്ത് നമുക്ക് ഒത്തിരി പൂക്കൾ നമുക്ക് സ്പ്രിംഗ് ടൈമിലുണ്ടാവും. പക്ഷേ ഈ പൂ കളറിട്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് പറയാമോ, ഒത്തിരി കളറുകൾ കേട്ടോ. ചുവപ്പ്, മഞ്ഞ, വെള്ള, പിങ്ക്, പർപ്പിള്, ഒത്തിരി കളർ. അതിപ്പോൾ ലോകത്ത് എല്ലായിടത്തും ഈ സീസണിൽ ഈ തുലിപ്പ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രശസ്തമായിട്ടുള്ളൊരു ഫ്ലവേഴ്സായിട്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ നടന്ന് ഒരു അറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ എത്തിയിട്ടോ. പിന്നെ അവിടെ നമുക്ക് കസേരയൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്, പലതരം കളറുകൾ, പൂക്കളുടെ കളറുകൾ പോലെയാണ് കസേരയുടെ കളർ. നമുക്ക് അവിടെ ഇരുന്ന് പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഇത്തരം നടന്നു വന്ന കാരണം അവിടെ കുറച്ച് റിലാക്സ് ചെയ്തിട്ടിരിക്കാം, ഫോട്ടോസ് എടുക്കാം. അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഒത്തിരി ആൾക്കാർ വന്നും പോയിട്ടിരിക്കുന്ന സ്ഥലമാണെങ്കിലും നോക്കിയേ, ഒരു പേപ്പർ കഷ്ണം ഒരു സാധനം പോലും കേട്ടോ. അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് ആ ഏരിയ ഫുള്ള്. അതുപോലെ തന്നെ എന്താ ഒരു ഗ്രീനറി നോക്കിയേ, അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നും തന്നെ കേട്ടോ. അതുപോലെ തന്നെ അവിടെ ചെറിയ കോഫി ഷോപ്പുകൾ, ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, അതായത് ഫിഷ് ആൻഡ് ചിപ്സ്, അങ്ങനത്തെ ചെറിയൊരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടോ. ഞങ്ങൾക്ക് ഒത്തിരി നടന്നു പറഞ്ഞാലേ നമ്മൾ റിലാക്സ് ചെയ്യാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ കോഫിയൊക്കെ കുടിക്കാം, ഒരു സ്നാക്സൊക്കെ കഴിക്കാം, ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ടെങ്കിൽ രസം കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ നോക്കിയേ, അവർക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് പാർക്കുകൾ. അത് ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മൾ എവിടെ പോയാലും, ഷോപ്പിംഗ് സെൻറ്റർ ആയാലും, എന്തിനു പറയുക വണ്ടി സർവീസ് ചെയ്യാൻ പോയ സർവീസ് സെൻറ്റേഴ്സ് ആയാലും, ഹോസ്പിറ്റലായാലും, എവിടെ പോയാലും പിള്ളേരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയുള്ള ചെറിയൊരു കിഡ്സ് സോൺ എല്ലായിടത്തും ഉണ്ടാവും. അത് ഓസ്ട്രേലിയയിൽ ഞാൻ കണ്ടേക്കണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രത്യേകത കേട്ടോ. അങ്ങനെ ഞാനൊരു കറക്കമൊക്കെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അവിടെ ചെറിയൊരു ഗെയിം സോൺ ഉണ്ട് കേട്ടോ. അവിടെ വന്ന ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ചെറിയ ഗെയിംസൊക്കെ അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. Do we still need one more, Sam, or is it all good now? We're good, alright. The people that are still sitting up the chair. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ജന്മദേശം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതർലാൻഡായിട്ടാണ് കരുതപ്പെടുന്നത്. ഇന്നിപ്പോൾ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ ഈ സ്പ്രിംഗ് ടൈമിൽ നമുക്ക് ഈ തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ഗാർഡൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തുലിപ്പ് ഫ്ലവേഴ്സിനെ ഓരോന്നിനും ഓരോ എന്താ പറയുക മീനിങ് കേട്ടോ. ചുവപ്പ് കളറുള്ളതിന് സത്യസ്നേഹം, മഞ്ഞ കളറുള്ള പൂവിന് സന്തോഷവും പുഞ്ചിരിയും, വെളുത്ത കളറുള്ളത് ശുദ്ധിയും സമാധാനവും, പർപ്പിൾ കളറുള്ളത് രാജകീയതയും അഭിമാനവും. അപ്പോൾ അതുകൊണ്ടൊക്കെ തോന്നുന്നു നമ്മളിപ്പോൾ ഈ കല്യാണങ്ങൾക്കും ബാക്കിയുള്ള ആഘോഷങ്ങൾക്കും സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഫ്ലവേഴ്സിന് ഡെക്കറേഷനും ബൊക്കകളൊക്കെ കൊടുക്കാറുണ്ട്. എന്തായാലും ഈ ഫ്ലവർ ഷോ കാണാൻ വന്ന കാരണം നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടോ. പൂക്കൾക്കും ഉണ്ട് ഇങ്ങനത്തെ ഓരോ പ്രത്യേകതകളല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ തുലിപ്പ് ഫെസ്റ്റിവല്? സൂപ്പർ, അടിപൊളി, നല്ല രസം. പൂക്കളൊക്കെ വളരെ മനോഹരമായിട്ട് കാണുന്നു. ഇതിനു മുമ്പ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ? ഇത്രയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ നല്ല കാലാവസ്ഥയും നല്ല പൂക്കളും നല്ല കളറുകൾ എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിരിക്കും. ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു തോന്നൂല്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട്. അതുപോലെ അടിപൊളി. അളിയനച്ഛൻ എന്തായാലും വളരെ ഹാപ്പി ആയിട്ടോ. പൂക്കൾ കണ്ട് കണ്ണെടുക്കാൻ തോന്നണമെന്ന് അച്ഛൻ പറഞ്ഞ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് നേരെ നമ്മൾ ആ ട്രാക്ടർ റൈഡ് ഉണ്ടല്ലോ, അപ്പോസിന് ട്രാക്ടറിലേക്ക് ഇറങ്ങുന്നൊരു പിടിവാശി. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, $5 കേസിലുള്ളൂ. നേരെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇതിനോട് ട്രാക്ടർ റൈഡ് നടത്തി. കണ്ട സൈഡിൽ കൂടെ തന്നെ കേട്ടോ വീണ്ടും ട്രാക്ടർ പോകുന്നേ. പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചെയ്തു കൊടുത്തേക്കാം. അവർ ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും.
അങ്ങനെ ട്രാക്ടറുടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അവിടെ വന്നു. അവിടെ ചെറിയൊരു ഫ്രൂട്ട് സ്റ്റാളും പിന്നെ നേരത്തെ നമ്മൾ ചായ കുടിച്ചല്ലോ അങ്ങനത്തെ കോഫി ഷോപ്പും അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ചില സമയങ്ങളിൽ പ്രോഗ്രാംസുകളൊക്കെ നടക്കണ്ടോ. അങ്ങനെ അവിടെ നമ്മൾ ചെന്ന സമയത്ത് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അവിടെ നടക്കണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കുറച്ച് നേരം നിന്ന് കണ്ടു. അങ്ങനെ നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവാം. അടിപൊളി ദിവസമായിരുന്നു. കണ്ണിനും മനസ്സിനൊക്കെ കുളിർമ കിട്ടുന്ന കാഴ്ചകളും അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഫാമിലി ആയിട്ടും മൊത്തത്തിൽ അടിപൊളി. അച്ഛനും വളരെ ഹാപ്പി. ഇനി നേരെ നമ്മൾ എക്സിറ്റ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. അതുപോലെ തന്നെ ഈ സെക്ഷൻ ഇവിടെ ഇന്നത്തെയോട് തീരാണ്. അടുത്ത ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 21 തുടങ്ങി ഏപ്രിൽ 19 വരെ 2026 അങ്ങനെ തുലി ഫെസ്റ്റിവലൊക്കെ കണ്ട് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ തിരിച്ചിനി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.